എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ലോകത്തെ ചലിപ്പിക്കുന്ന ഒരു കുഞ്ഞൻ സംഭവത്തെപ്പറ്റിയാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മുതൽ വലിയ കമ്പ്യൂട്ടറുകൾ വരെ എല്ലാത്തിനും പിന്നിലുള്ള ഒരു കുഞ്ഞൻ സ്വിച്ച്. അതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന BJT. ഈ ഒരു ആശയം വെച്ച് നമുക്ക് തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കിയേ, ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരു വലിയ തലച്ചോറാണെങ്കിൽ അതിനകത്തെ കോടിക്കണക്കിന് ന്യൂറോണുകളാണ് ഈ ട്രാൻസിസ്റ്ററുകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ ചിന്തിപ്പിക്കുന്നത് ഇവരാണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് എന്തൊക്കെയാ നോക്കാൻ പോകുന്നതല്ലേ? ആദ്യം ഇതെങ്ങനെയുണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിന്റെ പല പല പ്രവർത്തന രീതികൾ. അവസാനം NPN, PNP ട്രാൻസിസ്റ്ററുകൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നും. അപ്പൊ തുടങ്ങിയാലോ? അപ്പോ ആദ്യം തന്നെ ഇതിന്റെ ഘടന നോക്കാം. ഒരു BJTയുടെ ഉള്ളിൽ എന്താണെന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായ 3 പാളികളുള്ള ഒരു ഘടനയാണിത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. സിമ്പിളായി പറഞ്ഞാൽ ഒരു BJT എന്ന് പറയുന്നത് ഒരു വെള്ളം നിയന്ത്രിക്കുന്ന ടാപ്പ് പോലെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചെറിയൊരു വിരൽ കൊണ്ട് ടാപ്പ് തിരിച്ച് നമുക്ക് വലിയൊരു വെള്ളത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ ഒരു ചെറിയ കറന്റ് ഉപയോഗിച്ച് വലിയൊരു കറന്റിനെ കൺട്രോൾ ചെയ്യുകയാണ് BJT ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഇലക്ട്രോണുകളും ഹോളുകളും ഒരുമിച്ച് പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ എന്ന് വിളിക്കുന്നത്. ഈ BJTക്ക് പ്രധാനമായും 2 ഫ്ലേവറുകളുണ്ടെന്ന് പറയാം, NPNഉം PNPയും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അർദ്ധചാലക പാളികൾ ഒരു സാൻഡ്വിച്ച് പോലെ അടുക്കി വെച്ചിരിക്കുകയാണ്. N ടൈപ്പ് പാളികളിൽ നിറയെ ഇലക്ട്രോണുകളുണ്ടാകും. അതേസമയം P ടൈപ്പ് പാളികളിൽ ഇലക്ട്രോണുകളില്ലാത്ത ഹോളുകളായിരിക്കും കൂടുതൽ. ഇനി ഇതിന്റെ 3 ടെർമിനലുകൾ നോക്കാം. ഓരോന്നിനും ഓരോ പണിയുണ്ട്. എമിറ്റർ പേര് പോലെ തന്നെ ചാർജ് വാഹകരെ പുറത്തേക്ക് വിടുന്നു, നമ്മുടെ ടാപ്പിലെ വെള്ളം വരുന്ന ഭാഗം പോലെ. വളരെ നേർത്ത ബേസാണ് ആ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത്, ശരിക്കും ടാപ്പിന്റെ വാൽവ് പോലെ. അവസാനം കളക്ടർ ഈ വരുന്ന ചാർജ് വാഹകരെയെല്ലാം ശേഖരിക്കുന്നു, ഒരു ബക്കറ്റ് പോലെ. കണ്ടില്ലേ, ഓരോ ഭാഗത്തിന്റെയും ഘടന അതിന്റെ പണിക്കനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് BJTയുടെ യഥാർത്ഥ മാന്ത്രികതയിലേക്ക് കടക്കാം. ഒരൊറ്റ ഉപകരണം അതെങ്ങനെയാണ് ഒരേ സമയം ഒരു സ്വിച്ചായും ഒരു ആംപ്ലിഫയറായും പ്രവർത്തിക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? നമുക്ക് നോക്കാം. അതെ, അതാണ് ട്രാൻസിസ്റ്ററിന്റെ ഏറ്റവും വലിയ കഴിവ്. ഈയൊരു ഇരട്ട സ്വഭാവത്തിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് 4 വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഓണാകാം, ഓഫാകാം, അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏതവസ്ഥയിലേക്കും മാറാൻ ഇതിന് പറ്റും. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇവിടെ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാല് കറന്റിനെ കടത്തിവിടുന്നു, റിവേഴ്സ് ബയാസ് എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്യുന്നു. അത്രയുള്ളൂ. ഈ 2 ജംഗ്ഷനുകളിലെയും ബയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിലൂടെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ 4 മോഡിൽ പ്രവർത്തിപ്പിക്കാം. ഉദാഹരണത്തിന്, ഒരു ആംപ്ലിഫയറായി പ്രവർത്തിക്കണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ തുറന്നും കളക്ടർ ബേസ് ജംഗ്ഷൻ അടച്ചുമിരിക്കണം. അതേസമയം ഒരു ക്ലോസ്ഡ് സ്വിച്ച്, അതായത് ഓൺ ആകണമെങ്കിൽ രണ്ടും തുറന്നിരിക്കണം. സിമ്പിളല്ലേ? ആദ്യത്തേത് ആക്റ്റീവ് മോഡ്. ഇവിടെയാണ് ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയറായി മാറുന്നത്. ബേസിലേക്ക് നമ്മൾ കൊടുക്കുന്ന വളരെ ചെറിയൊരു കറന്റ് കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ഒഴുകുന്ന ഭയങ്കര വലിയൊരു കറന്റിനെയാണ് നിയന്ത്രിക്കുന്നത്. ചെറിയൊരു ഇൻപുട്ട് കൊണ്ട് വലിയൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. ഇതാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സാച്ചുറേഷൻ മോഡ്. ഈ മോഡിൽ ട്രാൻസിസ്റ്റർ ഒരു അടച്ച സ്വിച്ച് പോലെയാണ്, അതായത് ഫുൾ ഓൺ. കറന്റിന് യാതൊരു തടസ്സവുമില്ലാതെ കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ഒഴുകിപ്പോകാം. സർക്യൂട്ട് ഓണായി എന്ന് സാരം. സാച്ചുറേഷന്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് കട്ട് ഓഫ് മോഡ്. ഇവിടെ ട്രാൻസിസ്റ്റർ ഒരു തുറന്ന സ്വിച്ച് പോലെയാണ്, അതായത് കംപ്ലീറ്റ് ഓഫ്. കറന്റിന്റെ ഒഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുന്നു, ഒരു സർക്യൂട്ടിനെ ഓഫാക്കുന്നു. നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ ഒന്നുകളും പൂജ്യങ്ങളുമില്ലേ? അത് ശരിക്കും ഈ ഓൺ ഓഫ് അവസ്ഥകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ആംപ്ലിഫയറായി പ്രവർത്തിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ അതെങ്ങനെയാണ്? എങ്ങനെയാണൊരു ചെറിയ സിഗ്നൽ ഇത്ര വലുതാകുന്നത്? നമുക്ക് ആ ചാർജ് വാഹകരുടെ യാത്രയൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ഈ 3 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെപ്പ് 1, എമിറ്റർ ഒരുപാട് ഇലക്ട്രോണുകളെ ബേസിലേക്ക് തള്ളിവിടുന്നു. സ്റ്റെപ്പ് 2, ബേസ് വളരെ നേർത്തതായതുകൊണ്ട് അതിൽ 5% താഴെ ഇലക്ട്രോണുകൾ മാത്രമേ ചെറിയ ബേസ് കറന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഇനി സ്റ്റെപ്പ് 3, ഇതാണ് പ്രധാനം. ബാക്കിയുള്ള 95% കൂടുതൽ ഇലക്ട്രോണുകളും നേരെ കളക്ടറിലേക്ക് എത്തുന്നു. അതാണ് വലിയ കളക്ടർ കറന്റായി മാറുന്നത്. അപ്പോ ഈ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ നമുക്ക് ഒരു നദിയായിട്ട് കാണാം. എമിറ്റർ കറന്റാണ് പ്രധാന നദി.
ബേസ് കറന്റ് ഒരു ചെറിയ കൈവഴിയും കലക്ടർ കറന്റ് വലിയ കൈവഴിയുമാണ്. ഈ രണ്ട് കൈവഴികളും ചേരുമ്പോഴാണ് പ്രധാന നദി ഉണ്ടാകുന്നത്. അത്രയുള്ളൂ. ഇതുവരെ നമ്മൾ NPN ട്രാൻസിസ്റ്ററിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. എന്നാൽ അതിന്റെ കൂടെയുള്ള PNPക്ക് എന്താണ് വ്യത്യാസം? നമുക്കവയെ രണ്ടിനെയും ഒന്ന് നേർക്കുനേർ നിർത്തി നോക്കാം. ഈ ടേബിളിലെ പ്രധാന വ്യത്യാസങ്ങൾ നോക്കിയേ. NPNൽ ഭൂരിപക്ഷ ചാർജ് വാഹകർ ഇലക്ട്രോണുകളാണെങ്കിൽ PNPയിൽ അത് ഹോളുകളാണ്. ഇത് കാരണം കറന്റിന്റെ ദിശ നേരെ തിരിയും. അതോടൊപ്പം VCE പൊലാരിറ്റിയും സിമ്പിളിലെ ആരോയുടെ ഡയറക്ഷനും മാറും. NPNൽ ആരോ പുറത്തേക്കാണെങ്കിൽ PNPയിൽ അത് അകത്തേക്കായിരിക്കും. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? നമുക്ക് നോക്കാം. ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. BJTക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒരു ഡിജിറ്റൽ സ്വിച്ചായും ഒരു അനലോഗ് ആംപ്ലിഫയറായും പ്രവർത്തിക്കാനുള്ള കഴിവ്. കട്ട് ഓഫ്, സാച്ചുറേഷൻ മോഡുകൾ ഉപയോഗിച്ച് ഇത് ഡിജിറ്റൽ ലോകത്തെ ഓൺ ഓഫ് സ്വിച്ചായി മാറുന്നു. അതേസമയം ആക്റ്റീവ് മോഡിൽ ഇത് അനലോഗ് സിഗ്നലുകളെ വലുതാക്കുന്ന ആംപ്ലിഫയറായും മാറുന്നു. ഈ ഒരു കഴിവാണ് ഇതിനെ ഇത്രയേറെ ഉപയോഗപ്രദമാക്കുന്നത്. ഈ ഒരു നമ്പർ ഓർമ്മയുണ്ടോ? 95% കൂടുതൽ. ഇതാണ് ആംപ്ലിഫിക്കേഷന്റെ എല്ലാം രഹസ്യം. എമിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന മിക്കവാറും എല്ലാ ചാർജ് വാഹകരും ഒരു നഷ്ടവും കൂടാതെ കളക്ടറിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ബേസിലെ ആ ചെറിയൊരു സിഗ്നലിന് ഇത്ര വലിയൊരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. ഒരൊറ്റ ട്രാൻസിസ്റ്ററിന് ഇത്രയധികം ശക്തിയുണ്ടെങ്കിൽ ഒരൊറ്റ കുഞ്ഞൻ ചിപ്പിൽ ഇതുപോലത്തെ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാകും സാധ്യമാകുന്നത്? ശരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട്ഫോൺ മുതൽ ബഹിരാകാശത്തേക്ക് പോകുന്ന റോക്കറ്റുകൾ വരെ നമ്മുടെ മുഴുവൻ ഡിജിറ്റൽ ലോകവും പണിതുയർത്തിയിരിക്കുന്നത് ഈ ലളിതമായ ഒരു ഉപകരണത്തിന്റെ തോളിലേറിയാണ്.